സഖാവ് ബാലഗോപാലൻ അദ്ദേഹം ഭാഗ്യവാനാണ് എന്നെൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സഖാവ് VS പിടിച്ച ആ പതാക അവസാനമായി ഉയർത്താൻ ഭാഗ്യം ലഭിച്ച ആളാണ് പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ശ്രീ കെ.എൻ. ബാലഗോപാൽ മിനിസ്റ്റർ അദ്ദേഹം ഉയർത്തിയ ചെങ്കൊടി ലക്ഷക്കണക്കിന് ആളുകളുടെ ആവേശമാണ് സാർ, ലക്ഷക്കണക്കിന് ആളുകളുടെ ഉയിരാണ് സാർ. അത് തലമുറകൾ ഏറ്റെടുക്കും സാർ. ആ ചെങ്കൊടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് സാർ അദ്ദേഹത്തിനും എനിക്കുമൊക്കെ ഇതുപോലെ ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. ഈ കേരളത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും പുലരുന്നത് അതുകൊണ്ടാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ ബാബറി മസ്ജിദ് ഓർമ്മിപ്പിച്ചത് സാർ. CPIM-ന്റെ സംസ്ഥാന സമ്മേളനം മാത്രമല്ല, ബ്രാഞ്ച് തലം മുതൽ ലോക്കൽ സമ്മേളനങ്ങൾ, ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങൾ ഇത്രമാത്രം അച്ചടക്കത്തോടെ നടത്തിയത് UDF നേതാക്കളെ വല്ലാതെ പരിഭ്രാന്തിയിലാഴ്ത്തിയിട്ടുണ്ട്. കാരണം 2 തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. UDF-നെ സംബന്ധിച്ച് അതിനിർണായകമാണ്. എന്നാൽ തമ്മിലടിയാണ് UDF-നകത്ത്. പക്ഷേ LDF, CPIM ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു. ഇത് വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. അവർ വലിയ ആശങ്കയിലാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഇല്ല എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു CPIM സമ്മേളനങ്ങൾ. അതുകൊണ്ട് ആ പരിഭ്രാന്തി, UDF നേതാക്കളുടെ പരിഭ്രാന്തി, ആശങ്ക നിയമസഭയിലും വന്നു. നിയമസഭയിൽ കോൺഗ്രസിന്റെ, ലീഗിന്റെ MLA-മാർ പ്രസംഗിക്കുന്ന ഘട്ടത്തിലൊക്കെ സമ്മേളനത്തെ താഴ്ത്തിക്കെട്ടാൻ കിട്ടുന്ന അവസരം അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഭരണപക്ഷം തിരിച്ചടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ തന്നെ. അതിൽ ഒന്നാണ് മലപ്പുറം MLA, മുസ്ലിം ലീഗ് MLA-യുടെ പരാമർശവും അതിന് മന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി. കേൾക്കേണ്ട പ്രസംഗമാണ് വീണ ജോർജിൻ്റെത്. അതും കൂടി നമുക്ക് കേൾക്കാം. സഖാവ് ബാലഗോപാലൻ അദ്ദേഹം ഭാഗ്യവാനാണ് എന്നെൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സഖാവ് VS പിടിച്ച ആ പതാക അവസാനമായി ഉയർത്താൻ ഭാഗ്യം ലഭിച്ച ആളാണ് പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ആ പതാകയിലെ അരിവാളും ചുറ്റികയും എന്താണ് സർ പ്രതിഫലിപ്പിക്കുന്നത്? പാവപ്പെട്ട അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം, ആ തൊഴിലാളി വർഗത്തിന്റെ ചിഹ്നമാണ് അരിവാൾ ചുറ്റിക. ആ അരിവാൾ ചുറ്റിക ഇപ്പോ എവിടെ എത്തി നിൽക്കുകയാണ് എന്ന് പാർട്ടിയുടെ നയരേഖയെ കുറിച്ചാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ബഹുമാനപ്പെട്ട മലപ്പുറം MLA പറഞ്ഞു, ശ്രീ കെ.എൻ. ബാലഗോപാൽ മിനിസ്റ്റർ അദ്ദേഹം പതാക ഉയർത്തിയതിനെ, കൊടി ഉയർത്തിയതിനെ കുറിച്ച് പറഞ്ഞു സാർ. എനിക്ക് ഒരു കാര്യമേ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളൂ. അദ്ദേഹം മറന്നു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാബറി മസ്ജിദ് പൊളിച്ചത് ഉൾപ്പെടെയുള്ള വർത്തമാനകാല ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളും അതിന് ഒത്താശ ചെയ്തു കൊടുത്തവരാരെന്നും അദ്ദേഹം മറക്കരുത് എന്നുള്ളതാണ് സർ പറയാനുള്ളത്. സാർ, ശ്രീ കെ.എൻ. ബാലഗോപാൽ മിനിസ്റ്റർ അദ്ദേഹം ഉയർത്തിയ ചെങ്കൊടി ലക്ഷക്കണക്കിന് ആളുകളുടെ ആവേശമാണ് സാർ, ലക്ഷക്കണക്കിന് ആളുകളുടെ ഉയിരാണ് സാർ. അത് തലമുറകൾ ഏറ്റെടുക്കും സാർ. ആ ചെങ്കൊടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് സാർ അദ്ദേഹത്തിനും എനിക്കുമൊക്കെ ഇതുപോലെ ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. ഈ കേരളത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും പുലരുന്നത് അതുകൊണ്ടാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ ബാബറി മസ്ജിദ് ഓർമ്മിപ്പിച്ചത് സാർ. ബാബറി മസ്ജിദ് ഓർമ്മിപ്പിച്ചത് അതുകൊണ്ടാണ് സാർ. അതുപോലെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തുകൊണ്ട് ഇപ്പുറത്ത് വന്ന് ചിഹ്നത്തിൽ മത്സരിക്കുന്ന നിലപാടൊന്നും നമുക്കില്ല സാർ. അതുകൊണ്ട് അത് അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർക്കണം എന്നുള്ളത് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ധനാഭ്യർത്ഥന പാസാക്കി തരണമെന്നും അഭ്യർത്ഥിക്കുന്നു സാർ. എന്തുകൊണ്ടാണ് ഇത്രയും അലോസരപ്പെടുത്തുന്നത്? എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ സമ്മേളനം ഇത്രമാത്രം അലോസരപ്പെടുത്തുന്നത് UDF-നെ, ലീഗ് നേതാക്കളെ, കോൺഗ്രസ് നേതാക്കളെ? കാരണം കോൺഗ്രസിന് ജീവിതത്തിൽ നടത്താൻ കഴിയില്ല ഇത്തരമൊരു സമ്മേളനം. മുസ്ലിം ലീഗിന് പോലും കഴിയില്ല. മുസ്ലിം ലീഗ് വേണമെങ്കിൽ വലിയൊരു ആൾക്കൂട്ടത്തെ സംഘടിപ്പിച്ച് ഒരു റാലി സംഘടിപ്പിക്കുമായിരിക്കും, വലിയൊരു സമ്മേളനം എന്ന് പറഞ്ഞ് ഒരു പൊതുയോഗം സംഘടിപ്പിക്കുമായിരിക്കും. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ ആളുകളെ കൊണ്ടുവന്ന് ആ ആളുകളെ നോക്കി നേതാക്കൾ പ്രസംഗിക്കുമായിരിക്കും. പക്ഷേ വളരെ ചിട്ടയോടുകൂടി ഏറ്റവും താഴത്തെ ഘടകം മുതൽ, മുസ്ലിം ലീഗിൻ്റെ താഴത്തെ ഘടകം യൂണിറ്റ് കമ്മിറ്റി ആണെങ്കിൽ കമ്മിറ്റി മുതൽ മുകളിലോട്ട് സംസ്ഥാന കമ്മിറ്റി വരെ, എന്തിനേറെ പറയുന്നു അഖിലേന്ത്യാ തലത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സമ്മേളനം നടത്താൻ കഴിയില്ല. ആ സമ്മേളനത്തിൽ വെച്ച് ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അതിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസ് ആണെങ്കിൽ ക്രമസമാധാന പ്രശ്നമായി മാറും സമ്മേളനങ്ങൾ. എത്രയോ അനുഭവങ്ങൾ മുന്നിലുണ്ട്.
ക്യാമ്പ് നടത്തിയാൽ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും എതിരേറെ പറയുന്നു കോൺഗ്രസിന്റെയും ക്യാമ്പ് നടത്തിയാൽ പോലും ആ ക്യാമ്പിൽ അവസാന നാളിൽ തമ്മിലടി ഉറപ്പാണ്. അങ്ങനെയാണ് കോൺഗ്രസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. അവർക്ക് സ്വാഭാവികമായും അസൂയുണ്ടാകും. ഇത്രമാത്രം വിശദമായി കഴിഞ്ഞ 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നു. അടുത്ത 3 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ നടത്തണമെന്ന് തീരുമാനിക്കുന്നു. കേരളം എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ച് നയരേഖ തയ്യാറാക്കുന്നു. ആ നയരേഖ മുന്നിൽ നിർത്തി അടുത്ത 2 തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതേപോലെ നിയമസഭയിലേക്കും അത് നേരിടാൻ തയ്യാറെടുക്കുന്നു. 3ാം LDF സർക്കാർ വരുമെന്ന് ഉറപ്പുവരുത്തുന്നു. അതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താണ് 3ാം LDF സർക്കാർ ചെയ്യേണ്ടത് കേരളത്തിന് വേണ്ടി എന്നതാണ് ചർച്ച. സ്വാഭാവികമാണ്, UDF കേന്ദ്രങ്ങളിൽ ആശങ്കയുണ്ട്. ആ ആശങ്കയാണ് ഇത്തരം പരാമർശങ്ങളിലൂടെ പുറത്തു വരുന്നത്. പ്രതിപക്ഷ നേതാവ് മുതൽ KPCC പ്രസിഡന്റ് വരെയുള്ള എല്ലാവരും CPI സമ്മേളനം കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ്. 10,000ങ്ങളാണ് സമ്മേളന സ്ഥലത്തേക്ക് ഒഴുകിയെത്തിയത്. 1,00,000 ചുവപ്പ് വളണ്ടിയർമാർ കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രം പങ്കെടുക്കുന്നു. അങ്ങനെ എല്ലാ ജില്ലകളിലും 1,00,000 വളണ്ടിയർമാരെ അണിനിരത്തിക്കൊണ്ട് പ്രകടനം നയിക്കുന്നു. അതിനുശേഷം എത്തുന്ന 10,000ങ്ങൾ 2,00,000-ഓളം പേരാണ് കൊല്ലം സമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ ഇത്രയും ഓർഗനൈസ്ഡായി ഒരു സമ്മേളനം നടത്താൻ കേരളത്തിലെ ഒരു പാർട്ടിക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്രമാത്രം അസൂയ ഉണ്ടാകുന്നത്. അതാണ് നിയമസഭയിൽ നമുക്ക് കാണാനും കഴിഞ്ഞത്. പക്ഷേ ഈ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. അത് നിയമസഭയിൽ ഭരണപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നിയമസഭയിൽ കണ്ടത്. അതിൽ ഒരു ഭാഗം മാത്രമാണ് വീണ ജോർജും ഉബൈദുള്ളയും തമ്മിലുള്ള ഈ സംഭാഷണം.